ന്യൂ ഇയർ പ്രമാണിച്ച് കോഴിക്കോട് നഗരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. നഗരത്തിൽ 7 ACP-മാരുടെ നേതൃത്വത്തിൽ 750 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിക്കുക. രാത്രി 1 മണിയോടെ ആഘോഷം അവസാനിപ്പിക്കണമെന്ന് സിറ്റി കമ്മീഷണർ. നാളെ ഉച്ചകഴിഞ്ഞ് 2:30 മുതൽ ബീച്ചിലേക്കുള്ള റോഡുകളിൽ നിയന്ത്രണം ഉണ്ടാകും. സമീർ C. മുഹമ്മദാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. സമീർ, വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു. അത് പ്രത്യേകിച്ച് നഗരങ്ങളിൽ രാത്രി വൈകിയും ആഘോഷങ്ങൾ ഉണ്ടാകും. അപ്പോൾ വലിയ പ്രശ്നങ്ങളില്ലാതെ സമാധാനപരമായി ആഘോഷങ്ങൾ കൊണ്ടുപോകാനുള്ള നിയന്ത്രണങ്ങൾ അത് ഏതെല്ലാം വിധത്തിലാണ്? സൂചിപ്പിച്ചതുപോലെയാണ് കേരളത്തിൽ ഏറ്റവും ഭംഗിയായിട്ട് ന്യൂ ഇയർ ആഘോഷിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ബീച്ച്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ സുരക്ഷാ സംവിധാനങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാളുകൾ, അതുപോലെ തന്നെ ബീച്ച്, മറ്റ് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലാണ് അധികമായിക്കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. നഗരത്തിൽ മാത്രം 7 ACP-മാരുടെ നേതൃത്വത്തിലാണ് 750 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുക. അതോടൊപ്പം തന്നെ സ്ത്രീകൾ, കുട്ടികൾ അങ്ങനെയുള്ളവരൊക്കെ തന്നെ ആഘോഷിക്കുന്ന ഭാഗങ്ങളിൽ അവിടെ മഫ്തിയിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ആഘോഷത്തിന്റെ ഭാഗമായിക്കൊണ്ട് കരുമരുന്ന് പ്രയോഗത്തിന് നിയന്ത്രണമുണ്ട്. കൂടാതെ ഉച്ചഭാഷിണി ഉപയോഗിക്കുന്നതിനും നിയന്ത്രണമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, 1 മണിയോടുകൂടി കോഴിക്കോട് ബീച്ചിലെ ആഘോഷങ്ങളെല്ലാം അവസാനിപ്പിച്ച് അവിടുന്ന് എല്ലാ ജനങ്ങളും പിരിഞ്ഞു പോകണം എന്നുള്ള കർശനമായിട്ടുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ ജില്ലാ പോലീസ് മേധാവി നൽകിയിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, പലപ്പോഴും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുന്നത് ബീച്ചിൽ വെച്ചുകൊണ്ടാണ്. മദ്യപിച്ചുകൊണ്ടും അതുപോലെ തന്നെ മറ്റു തരത്തിലൊക്കെയുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അത്തരം ഒരു സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരം അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവരുത് എന്നുള്ള കർശനമായിട്ടുള്ള നിയന്ത്രണം, അത്തരം ഒരു നിലപാടിലേക്ക് പോലീസ് പോയിരിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് കേന്ദ്രങ്ങളിലേക്ക്, അതായത് മാനാഞ്ചിറ, അതുപോലെ ബീച്ച്, മറ്റ് മാനാഞ്ചിറ സ്ക്വയർ അതുപോലെയുള്ള ഇടങ്ങളിലൊക്കെ അധികമായി പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ ബൈക്ക് റേസ്, അതുപോലെ കാർ റേസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഈ രാത്രി സമയങ്ങളിൽ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലുള്ള ഒരു നടപടിയും ഉണ്ടാവാൻ പാടില്ല, അത്തരത്തിലുള്ള ഒരു ആഘോഷം ഉണ്ടാവാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമാണ് സിറ്റി കമ്മീഷണർ നൽകിയിരിക്കുന്നത്. മറിച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ള താക്കീത് കൂടി ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്തുനിന്ന് ഈ ഉത്തരവിലൂടെ പുറത്തു വരുന്നുണ്ട്. സ്മിത, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.